ശമൂവേലിന്റെ രണ്ടാം പുസ്തകം. ശമൂവേലിന്റെ ഒന്നാം പുസ്തകത്തെക്കുറിച്ചുള്ള ആദ്യ വീഡിയോ കാണുക. അതിൽ നമ്മെ പുസ്തകത്തിലെ 3 പ്രധാന കഥാപാത്രങ്ങളായ ശമൂവേൽ, ശൗൽ, ദാവീദ് എന്നിവരെ പരിചയപ്പെടുത്തുന്നു. തുടർന്ന് പുസ്തകത്തിന്റെ സാഹിത്യ രൂപകൽപ്പനയും. അത് ആദ്യം പരിചയപ്പെടുത്തിയത് ശമൂവേലിനെയാണ്. പിന്നീട് ശൗൽ രാജാവിന്റെ ഉയർച്ചയും പതനവും, അതിനുശേഷം ദാവീദ് രാജാവിന്റെ ഉയർച്ചയും. ശമൂവേലിന്റെ രണ്ടാം പുസ്തകം ദാവീദ് രാജാവിന്റെ കഥ 2 വ്യത്യസ്ത നീക്കങ്ങളിൽ പറയുന്നു. വിജയത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കാലഘട്ടം, തുടർന്ന് ഒരു വലിയ ധാർമ്മിക പരാജയവും അതിന്റെ ദുഃഖകരമായ പരിണിതഫലങ്ങളും. അതിനുശേഷം പുസ്തകം ഒരു മനോഹരമായ ഉപസംഹാരത്തോടെ അവസാനിക്കുന്നു. അത് ദാവീദിന്റെ ജീവിതത്തിലെ നല്ലതും ചീത്തയുമായതിനെ തിരിഞ്ഞു നോക്കുകയാണ്. കൂടാതെ അവന്റെ വംശത്തിൽ നിന്നും ഒരു ഭാവി രാജാവ് വരുമെന്ന് പ്രതീക്ഷ നൽകുന്നു. അങ്ങനെ ശമൂവേലിന്റെ രണ്ടാം പുസ്തകം ആരംഭിക്കുന്നത് ശൗലിന്റെ മരണത്തിനു ശേഷമാണ്. ദാവീദ് ഒരു വലിയ കാവ്യം രചിച്ചുകൊണ്ട് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്നു. കാരണം അതിൽ അവൻ തന്നെ കൊല്ലുവാൻ ശ്രമിച്ച അതേ വ്യക്തിയുടെ മരണത്തെക്കുറിച്ച് വിലപിക്കുകയാണ്. അങ്ങനെ ഒരിക്കൽ കൂടി ലേഖകൻ ദാവീദിന്റെ വിനയത്തെയും കരുണയെയും കുറിച്ച് അവതരിപ്പിക്കുന്നു. തന്റെ ശത്രുക്കളുടെ മരണത്തിൽ പോലും വിലപിക്കുന്ന വ്യക്തിയാണ് അവൻ. അതിനുശേഷം ദാവീദ് വിജയത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും കാലഘട്ടം അനുഭവിക്കുന്നു. എല്ലാ ഇസ്രായേലി ഗോത്രങ്ങളും ദാവീദിന്റെ അടുക്കൽ വന്ന് അവൻ അവരുടെ രാജാവായി എല്ലാ ഗോത്രങ്ങളെയും ഏകോപിപ്പിക്കുവാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു രാജാവ് ആയതിനുശേഷം ദാവീദ് ആദ്യം ചെയ്തത് യെരുശലേമിൽ പോയി അവൻ അതിനെ കീഴടക്കി ഇസ്രായേലിനെ അതിന്റെ തലസ്ഥാനമാക്കി മാറ്റുന്നു. അവൻ അതിന് ഒരു പുതിയ പേരും കൊടുക്കുന്നു, സിയോൻ. അവിടെ നിന്നും ദാവീദ് അനേകം യുദ്ധങ്ങൾ ജയിച്ച് ഇസ്രായേൽ പ്രദേശങ്ങളെ വിശാലമാക്കുന്നു. ഇപ്പോൾ യെരുശലേമിനെ ഇസ്രായേലിന്റെ രാഷ്ട്രീയ തലസ്ഥാനമാക്കിയതിനു ശേഷം അവൻ അതിനെ അവരുടെ മത തലസ്ഥാനവും ആക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ സാക്ഷ്യപെട്ടകത്തെ അവൻ ആ പട്ടണത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ശമൂവേലിന്റെ രണ്ടാം പുസ്തകം 7-ാം അധ്യായത്തിൽ അവൻ ദൈവത്തോട് പറയുന്നു, ഇസ്രായേലിന് ഇപ്പോൾ ഒരു സ്ഥിരമായ ഭവനം ഉള്ളതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിനും ഒരു സ്ഥിരമായ ഭവനം ആവശ്യമാണ്. അതുകൊണ്ട് അവൻ ഇസ്രായേലിന്റെ ദൈവത്തിനു വേണ്ടി ഒരു ദൈവാലയം പണിയട്ടെ എന്ന് ചോദിക്കുന്നു. എന്നാൽ ദൈവം ദാവീദിനോട് പറയുന്നു, നിന്റെ നല്ല ചിന്തയ്ക്കായി വളരെ നന്ദി. എന്നാൽ വാസ്തവത്തിൽ ഞാൻ നിനക്കൊരു ഭവനം അഥവാ രാജവംശം പണിയുവാൻ പോകുന്നു. ഇപ്പോൾ ശമൂവേലിന്റെ രണ്ടാം പുസ്തകം 7-ാം അധ്യായം മുഴുവൻ ബൈബിളിന്റെ കഥയെ മനസ്സിലാക്കുവാനുള്ള ഒരു പ്രധാന അധ്യായമാണ്. കാരണം ഇവിടെ ദൈവം ദാവീദിനോട് ഒരു വാഗ്ദത്തം ചെയ്യുന്നു. അവന്റെ രാജവംശത്തിൽ നിന്നും ഒരു ഭാവി രാജാവ് വരുമെന്നും അവൻ ദൈവത്തിന്റെ ആലയം ഭൂമിയിൽ പണിയുമെന്നും അവന്റെ രാജ്യം ശാശ്വതമായിരിക്കുമെന്നും പറയുന്നു. ദാവീദിനോടുള്ള ഈ മശിഹായുടെ വാഗ്ദത്തമാണ് ധാരാളമായി സങ്കീർത്തനങ്ങളിലും പ്രവാചകന്മാരുടെ പുസ്തകത്തിലും വിശദീകരിച്ചിട്ടുള്ളത്. ഈ രാജാവാണ് അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഭാവിയിൽ വരുവാനുള്ള മശിഹാരാജ്യം എങ്ങനെയാണ് ദൈവം തന്റെ അനുഗ്രഹം എല്ലാ രാഷ്ട്രങ്ങളിലേക്കും കൊണ്ടുവരുമെന്നതിനെക്കുറിച്ചായിരിക്കും. ഇവിടെ ഈ എല്ലാ ദൈവിക അനുഗ്രഹങ്ങൾക്ക് നടുവിലും കാര്യങ്ങൾ വളരെ തെറ്റായ രീതിയിൽ പോകുന്നു. ദാവീദ് മരണഹേതുവായ ഒരു വലിയ തെറ്റ് ചെയ്യുന്നു. അത് അവന് മരണഹേതു അല്ലായിരുന്നു. എന്നാൽ ദാവീദിന്റെ മികച്ച പട്ടാളക്കാരിൽ ഒരുവനായ ഊരിയാവ് എന്ന വ്യക്തിക്ക് ആയിരുന്നു. ദാവീദ് തന്റെ മാളികയുടെ മുകളിൽ നിന്നും ഊരിയാവിന്റെ ഭാര്യയായ ബത്ശേബ കുളിക്കുന്നത് കാണുന്നു. ദാവീദ് അവളെ കണ്ടെത്തുകയും അവളോടുകൂടെ കിടക്കുകയും അവൾ ഗർഭിണി ആകുകയും ചെയ്യുന്നു. പിന്നീട് അവൻ ആ കാര്യങ്ങൾ എല്ലാം മറയ്ക്കുവാനായി ഊരിയാവിനെ കൊലപ്പെടുത്തുകയും പിന്നീട് അവളെ വിവാഹം ചെയ്യുകയും ചെയ്യുന്നു. അത് വളരെ ഭയാനകരമായ ഒന്നാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പ്രവാചകനായ നാഥാൻ ദാവീദിനെ അഭിമുഖീകരിക്കുമ്പോൾ അവൻ വേഗത്തിൽ തന്നെ അവൻ ചെയ്ത ഈ മഹാതെറ്റ് സമ്മതിക്കുന്നു. അവൻ ഹൃദയനുറുക്കത്തോടെ അനുതപിക്കുകയും ദൈവത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവം അവനോട് ക്ഷമിക്കുന്നു. എന്നാൽ ദൈവം ദാവീദിന്റെ തീരുമാനങ്ങളുടെ പരിണിത ഫലങ്ങളെ മായ്ച്ചു കളയുന്നില്ല. അങ്ങനെ ഈ ഭയാനകരമായ തിരഞ്ഞെടുപ്പിന്റെ ഫലമായി ദാവീദിന്റെ കുടുംബവും അവന്റെ രാജ്യവും ചിത്രപ്പെടുന്നു. അത് ഈ ഭാഗത്തെ ഒരു ദുരന്ത കഥയാക്കി മാറ്റുന്നു, ഏകദേശം ശൗലിന്റെ പരാജയം പോലെ. പിന്നീട് ദാവീദിന്റെ പുത്രന്മാരും അവന്റെ സ്വന്തം തെറ്റുകൾ ആവർത്തിക്കുന്നു. എന്നാൽ അത് കൂടുതൽ ഭീകരമായ വഴികളിലൂടെയായിരുന്നു. അമ്നോൻ തന്റെ സഹോദരി താമാറിനെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു. പിന്നീട് അതിനെക്കുറിച്ചെല്ലാം അബ്ശാലോം കണ്ടുപിടിക്കുകയും അമ്നോനെ കൊല്ലുകയും ചെയ്യുന്നു. അതിനുശേഷം അബ്ശാലോം തന്റെ പിതാവായ ദാവീദിനെ അധികാരത്തിൽ നിന്ന് മാറ്റുവാനായി ഒരു രഹസ്യ പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. അവൻ ഒരു അതിക്രമം തുടങ്ങുന്നു. അങ്ങനെ ഒന്നുകൂടെ ദാവീദ് തന്റെ സ്വന്തം ഭവനത്തിൽ നിന്നും ഓടി മരുപ്രദേശത്ത് ഒളിക്കുവാൻ നിർബന്ധിതനാകുന്നു. എന്നാൽ ഈ പ്രാവശ്യം അവൻ ഒരു നിരപരാധിയായിട്ടല്ലായിരുന്നു. ഈ അക്രമം അവസാനിക്കുന്നത് ദാവീദിന്റെ മകന്റെ കൊലപാതകത്തോടെയാണ്. അത് ദാവീദിന്റെ ഹൃദയത്തെ തകർക്കുകയും അങ്ങനെ ഒരിക്കൽ കൂടി അവൻ തന്നെ കൊല്ലുവാൻ ശ്രമിച്ച വ്യക്തിക്ക് വേണ്ടി വിലപിക്കുകയും ചെയ്യുന്നു. ദാവീദിന്റെ അവസാന ദിവസങ്ങളിൽ അവൻ തിരികെ സിംഹാസനത്തിലെത്തിയെങ്കിലും ഒരു തകർന്ന മനുഷ്യനായിട്ടായിരുന്നു. അവൻ തന്റെ പാപം നിമിത്തമുണ്ടായ അതിന്റെ ദുഃഖകരമായ അനുഭവങ്ങളെക്കുറിച്ച് മുറിവേറ്റിരിക്കുന്നു. ഈ പുസ്തകം അവസാനിക്കുന്നത് മനോഹരമായി രചിച്ച കാലക്രമത്തിൽ അല്ലാത്തതുമായ കഥകളുടെ സമാപ്തവാക്യങ്ങളോടെയാണ്. എന്നാൽ അവയ്ക്ക് സംഘടിതമായ സാമ്യതയും ഒരു സാഹിത്യ രൂപരേഖയുമുണ്ട്. പുറമേയുള്ള കഥകളുടെ കൂട്ടങ്ങൾ വരുന്നത് ദാവീദിന്റെ പിൽക്കാല ഭരണത്തിൽ നിന്നാണ്. അവ ശൗലിന്റെ
ശൗലിന്റെ പരാജയത്തോടും പിന്നീട് ദാവീദിന്റേതിനോടും താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെയാണ് അവർ തങ്ങളുടെ തെറ്റായ തീരുമാനങ്ങളിലൂടെ മറ്റുള്ളവരെ വേദനിപ്പിച്ചിരിക്കുന്നതെന്നും പറയുന്നു. അടുത്ത അകത്തുള്ള കഥകളുടെ രണ്ടു കൂട്ടം ദാവീദിനെയും ഫിലിസ്ത്യരുമായി യുദ്ധം ചെയ്ത അവന്റെ വീരന്മാരുടെ കൂട്ടത്തെയും കുറിച്ചുള്ളതായിരുന്നു. ആകർഷകമായ കാര്യം എന്തെന്നാൽ രണ്ടു ഭാഗത്തിലും ദാവീദിന്റെ യുദ്ധത്തിലുള്ള ബലഹീനതയുടെ കഥയുണ്ട്. 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിലെ ദാവീദിന്റെ വീരപ്രവർത്തികൾക്ക് വിപരീതമായി ഇവിടെ നാം ബലഹീനനായ സഹായത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു ദാവീദിനെയാണ് കാണുന്നത്. ഈ ഉപസംഹാര വാക്യങ്ങളുടെ മധ്യത്തിൽ 2 കവിത പോലുള്ള പാട്ടുകൾ ആണുള്ളത്. അവ ഓർമ്മക്കുറിപ്പ് പോലെ പ്രവർത്തിക്കുന്നു. ദാവീദ് തന്റെ പഴയകാല ജീവിതത്തെ പുറകോട്ടു നോക്കുകയാണ്. ദൈവം കൃപാലുവായി തന്നെ ആപത്തുകളിൽ നിന്നും രക്ഷിച്ചത് അവൻ ഓർക്കുന്നു. അവൻ ആ സമയങ്ങളെ ദൈവം തന്റെ ഉടമ്പടി വാഗ്ദത്തത്തോടും അവന്റെ കുടുംബത്തോടും വിശ്വസ്തനായിരുന്ന നിമിഷങ്ങളായി കാണുന്നു. 2 പാട്ടുകളും അവസാനിക്കുന്നത് ഒരു പ്രതീക്ഷയിലേക്ക് നോക്കിക്കൊണ്ടാണ്. അത് ഭാവിയിൽ ഒരു രാജാവ് വന്ന് നിത്യരാജ്യം സ്ഥാപിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ്. ഇപ്പോൾ ഈ കാവ്യങ്ങളും ദൈവത്തിന്റെ വാഗ്ദത്തവും പുസ്തകത്തിന്റെ തുടക്കത്തിലെ ഹന്നായുടെ പാട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആരംഭത്തിലും ഇപ്പോൾ മധ്യഭാഗത്തും പുസ്തകത്തിന്റെ അവസാനത്തിലുമുള്ള ഈ ഖണ്ഡികകൾ പുസ്തകത്തിന്റെ എല്ലാ വിഷയങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരുന്നു. ശൗലിന്റെയും ദാവീദിന്റെയും തിന്മയുടെ നടുവിലും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവന്റെ വീണ്ടെടുപ്പിന്റെ ഉദ്ദേശങ്ങളുമായി അവൻ മുമ്പോട്ടു പോകുന്നു. ദൈവം ദാവീദിന്റെയും ശൗലിന്റെയും അഹങ്കാരത്തെ എതിർത്തു. എന്നാൽ ദാവീദ് തന്നെത്താൻ താഴ്ത്തിയപ്പോൾ ദൈവം അവനെ ഉയർത്തി. അങ്ങനെ ഈ പുസ്തകത്തിന്റെ ഭാവി പ്രതീക്ഷ എത്തുന്നത് ദാവീദിനേക്കാൾ വളരെ അപ്പുറത്താണ്. അത് ഭാവിയിലേക്ക് മശിഹാ രാജാവിലേക്ക് നോക്കുന്നു. അവൻ ഒരു ദിവസം ദൈവരാജ്യവും അനുഗ്രഹവും എല്ലാ രാഷ്ട്രങ്ങളിലേക്കും കൊണ്ടുവരും. ഇതാണ് ശമൂവേലിന്റെ പുസ്തകത്തിന്റെ ഉള്ളടക്കം.